ഹായ് എല്ലാവരും പറയാൻ തുടങ്ങി ഇൻബോക്സിൽ വന്നിട്ട് സീരിയലെല്ലാം അഭിനയിക്കുമ്പോഴേക്ക് റീൽസ് എല്ലാം മറന്നുപോയത്. അങ്ങനെയൊന്നുമില്ല. പിന്നെ സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് റീൽസ് ചെയ്യാണ്ടൊന്നും ഇരിക്കില്ല. റീൽസ് ചെയ്യാൻ കുറച്ച് സമയത്തിൻ്റെ കുറച്ച് കുറവുകൊണ്ട് മാത്രമാണ്. അതായത് ഒരു സീരിയൽ അഭിനയിക്കുമ്പോഴേക്ക് സമയമില്ല, അങ്ങനെയല്ല. ഒരു ദിവസത്തേക്കായാലും ഷൂട്ടിന് പോകണമെങ്കിൽ 3 ദിവസത്തെ മെനക്കെടാണ്. കാരണം ഞാൻ അത്രയും ദൂരെയല്ലേ, എറണാകുളത്തല്ലേ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ കയ്യും കാലിൽ ഒരു വേദന പോലെയെല്ലാം ഉണ്ടാവും. പിന്നെ അന്നത്തെ ദിവസം 2 ദിവസം റെസ്റ്റ് എടുക്കും. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ, പിന്നെ ജോലി കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ ഇതാവും. ഇപ്പം തന്നെ സമയം 12:30 ഞാനിപ്പോൾ കറി വെക്കുന്ന എത്ര ചട്ടി ചൂടുണ്ട്. അയിലക്കറിയാണ്. അയിലയാണ് കറി വെക്കാൻ പോകുന്നത്. പിന്നെ ഇതാ വെണ്ടക്കയുണ്ട്, അത് ഇപ്പം കറി വെക്കണം. അതൊന്ന് കറി വെക്കണം. ചോറെല്ലാമായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവുമോ നിങ്ങൾക്ക്? ഇതാ ചോറ്. കുഞ്ഞിക്കലാണ്, നമ്മൾ ആരുമില്ല. ചെക്കനെല്ലാം ഹോസ്റ്റലല്ലേ, ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ, ആരുമില്ല. അപ്പം അത്രയൊക്കെ മതി. പിന്നെ അപ്പം എങ്ങനെ വെണ്ടക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലിൽ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് വെക്കണം. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഇത് സീരിയലിൽ എന്നെ കണ്ടിരുന്ന് വിചാരിക്കുന്നത്, സീരിയലല്ല സിക്കോ ആണ്, അതായത് സിറ്റുവേഷൻ കോമഡി. നിങ്ങളെല്ലാവരും കണ്ടിരുന്ന് വിചാരിക്കുന്നില്ല. പിന്നെ എന്താ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഒരു ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ചെയ്യുന്ന പോലെ ഉള്ളൊരവസ്ഥയല്ല. കുറേ ആൾക്കാരുടെ ഇടയിൽ കുറേ ക്യാമറ. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ആദ്യമായിട്ടെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലോപ്പ് ആവും. നന്നായി ചെയ്തിരുന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ അതെല്ലാം എന്നോട് ക്ഷമിച്ച് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഓൺവേഴ്സ് വന്നത്. പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തിയത്. കാരണം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആരും, സത്യം പറയാൻ എൻ്റെ ലൈഫിൽ എന്നെ ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല ഒരു കാര്യത്തിലും. പറയുമ്പോൾ എനിക്ക് ടെൻഷനാവും. എന്നെ അംഗീകരിച്ചത് നിങ്ങൾ സോഷ്യൽ മീഡിയ. ഞാൻ എന്താണെന്ന് എൻ്റെ കഴിവിലായാലും സ്നേഹത്തോടെ ആബിന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, അത് ഭയങ്കര ഫീലിങ്സാണ്. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ അയൽക്കാരായിക്കോട്ടെ, ആരും തന്നെ എങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആരും എന്നെ ഞാനെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അംഗീകരിക്കാൻ ആരും ശ്രമിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളാണ് എന്നെ അംഗീകരിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ തമ്മിൽ എത്തിച്ചതൊക്കെ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ ഒരു ഫ്രെയിമിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. അതായത് എൻ്റെ ഫേസ് കാണിക്കുക, വലിയ നിലവാരത്തിലെത്തുക, അതൊന്നല്ല. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് പൈസ തന്നെയാണ്. കാരണം അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ നോക്കാനും പഠിപ്പിക്കാനും. അപ്പം ഒരു ദിവസം ഇത്ര എമൗണ്ട് കിട്ടുന്നവർക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മോനെ എനിക്ക് നന്നായി പഠിപ്പിക്കാൻ പറ്റും, എൻ്റെ മക്കളെ എനിക്ക് നന്നായി പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചു. എൻ്റെ ലക്ഷ്യം പണം തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇനി അങ്ങോട്ടേക്ക് നന്നായിട്ട് ബെറ്ററായിട്ട് ഞാൻ ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എപ്പോഴും പറയും കത്തി എപ്പോഴും കയ്യിലുണ്ടാവുന്നത്. കത്തി എപ്പോഴും കയ്യിൽ വെക്കുന്നത് ഇതിപ്പം ഉള്ളിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പെട്ടെന്ന് ഇമോഷണൽ പോയി കാര്യമില്ല. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്ന പോലെ കുറേ കുറച്ച് തൊലിവെളുപ്പുണ്ട്, കൈ നിറയെ മോതിരമുണ്ട്. അതൊക്കെ കൊണ്ടൊന്നും ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. എൻ്റെ ലക്ഷ്യം എൻ്റെ മക്കളെ നന്നായി വളർത്തണമെന്ന്. അതിനെനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനത് 2 കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ചെറിയ റോളാണ്. എനിക്ക് എൻ്റെ മക്കളെ നന്നായി പഠിപ്പിക്കണം, നല്ല നിലവാരത്തിൽ എത്തിക്കണം, ആരെ കൊണ്ട് പറയിപ്പിക്കാതെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ.